ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷാദ് പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് ഞാൻ ഉള്ളത് കേട്ടോ. മനോഹരമായ പ്രദേശം എന്ന് വെറുതെ പറയല, ആ ഒരു മലനിര നോക്കിയേ, നമ്മുടെ മലമ്പുഴയുടെ ഡാമിൻ്റെ പുറകിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന അതിമനോഹരമായ അല്ലേ ആ പർവ്വതനിര, അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. എന്തായാലും അതിൻ്റെ ഒരു തണലും തണുപ്പൊക്കെ ആവോളം കിട്ടുന്ന നമ്മുടെ അകത്തേത്തറ പഞ്ചായത്തിലാണ് നമ്മൾ എന്നുള്ളത്. അകത്തേത്തറ പഞ്ചായത്തിലൊരു കണ്ണായ സ്ഥലമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു വലതു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പച്ചപ്പാർന്ന ഒരു ലോകം തന്നെ കാണാൻ പറ്റും. എന്തായാലും നമുക്ക് റോഡ് സൗകര്യം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്ക് പോകാം. ഈ ഒരു കാണുന്ന മതിലെന്ന് വെച്ചാൽ നമ്മളെ NSS കോളേജിൽ, അകത്തേത്തറ NSS കോളേജിൻ്റെ ഒരു ബൗണ്ടറി ആയിട്ട് വരും. അപ്പോൾ നേരെ കാണുന്ന തന്നെയാണ് നമുക്ക് ടാർ റോഡ് വരുന്നത് അല്ലേ. ഇതാ ഇത്രയും ദൂരം നമുക്ക് ടാർ റോഡ്, അതായത് നല്ല എല്ലാ വാഹനങ്ങളും വരാൻ വീതിയുള്ള നല്ലൊരു ടാർ റോഡ് സൗകര്യം നമുക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട്. അവിടുന്ന് ഇനി ഇങ്ങോട്ടുള്ള ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്ക് ടാർ ചെയ്യാൻ, കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. എന്തായാലും നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്കൊന്ന് നടന്നു നോക്കാം. ചെറുതും വലുതുമായ നിരവധി വീടുകളുള്ള അതിമനോഹരമായ ഒരു പ്രദേശത്ത് തന്നെയാണ് നമ്മൾ എന്നുള്ളത്. അതായത് അകത്തേത്തറ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അല്ലേ, മലമ്പുഴയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ മലമ്പുഴയ്ക്ക് പോകുന്ന ഏകദേശം എല്ലാ ആളുകൾക്കും അറിയാൻ പറ്റും അല്ലേ, അകത്തേത്തറ വഴി പാസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഒലവക്കോട്ടെന്ന് വരുമ്പോൾ മലമ്പുഴയ്ക്ക് പോകാറുള്ളത്. അതുപോലെ തന്നെ ധോണി അല്ലേ, നിയറസ്റ്റ് ആയിട്ട് നമുക്ക് ധോണി കോളേജ്, ധോണി ഫാം, അതുപോലെ തന്നെ NSS കോളേജ് തൊട്ടടുത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വഴി ഇങ്ങനെ താഴേക്ക് പോയാലേ ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി വീടുകൾ, ചെറുതും വലുതുമായിട്ടുള്ള നിരവധി വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിവിടെ കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറിങ്ങോ വരാൻ സാധ്യത ഉണ്ട് അല്ലേ. പിന്നെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്. നമുക്ക് ആ ടൗണിലെ ഒരു ബഹളങ്ങൾ ഇങ്ങോട്ട് കേൾക്കാനില്ല അല്ലേ. വളരെ താമസിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സൈലൻ്റ് ഏരിയ തന്നെ പറയാം. അതുമാത്രമല്ല, മനോഹരം എന്ന് പറഞ്ഞത് വെറുതെ പറയണതല്ല, നമ്മളൊരു വീടുണ്ടാക്കി അതിൻ്റെ അപ്സ്റ്റെയറിൽ നിന്നാൽ കാണുന്ന കാഴ്ചയാണ് നമുക്ക് അപ്സ്റ്റെയർ തന്നെ വേണ്ട, താഴത്ത് നിന്നാൽ തന്നെ കാണുന്നുണ്ട്. എന്തൊരു ഭംഗിയാണ് നോക്കിയല്ലേ. വളരെ മനോഹരമായ, കണ്ണിനും കരളിനൊക്കെ കുളിരണിയിപ്പിക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും നമ്മുടെ കണ്ണായ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ പോരാ, നല്ല ഹൽവ കഷ്ണം പോലത്തെ പ്ലോട്ട് അല്ലേ. കാരണം ഒരു 18 സെൻറ്റ് സ്ഥലമാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എല്ലാ വാഹനങ്ങളും വരാൻ വഴി ഉണ്ട്, അല്ല വീതിയുള്ള വഴി തന്നെയാണ്. നമ്മുടെ പ്ലോട്ടിൻ്റെ തൊട്ടപ്പുറത്തൊരു പ്ലോട്ട് വീടൊക്കെ കാണാനുണ്ട്. പിന്നെ അങ്ങോട്ട് വഴി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വഴി സൗകര്യം എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇതാ ഒരു കറക്റ്റ് ഒരു സ്ക്വയർ ആയിട്ട് കിടക്കുന്നതെങ്കിൽ വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ. നമ്മുടെ ഒരു ബൗണ്ടറി വന്നിട്ട് നമുക്ക് NSS കോളേജ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ മതിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി കാണാനുണ്ട്. അതിൻ്റെ ഏറ്റവും എൻഡ് വരെ അല്ലേ, നമ്മുടെ പ്രോപ്പർട്ടിയുടെ എൻഡ് ഇങ്ങനെ കാണാനുണ്ട്. അപ്പോൾ 18 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കിത് ഒറ്റ പ്ലോട്ടായിട്ട് വേണമെന്നില്ല, 4 പ്ലോട്ടായിട്ട് തിരിക്കാൻ പറ്റും. ഇതിൻ്റെ ഈ സെൻറ്ററിലൂടെ, കറക്റ്റ് ഈ ഒരു സെൻറ്ററിലൂടെ അതുവരെയും നമുക്കൊരു വഴി സൗകര്യം ഇട്ട് കഴിഞ്ഞാൽ 2 സൈഡും 2 വീട് വെച്ച് ചെയ്യാൻ പറ്റും. അതായത് 4 സെൻറ്റോ 4.5 സെൻറ്റോ 5ൻ്റെ താഴെ ആയിട്ടുള്ള 4 പ്ലോട്ടുകളിൽ നമുക്ക് ഇത് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ഒരു കസ്റ്റമർ പറയാണ് 18 സെൻറ്റ് ഒന്നിച്ച് നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ല നിഷാദ്, നമുക്കൊരു 5 സെൻറ്റ് അല്ലെങ്കിൽ ഒരു 4 സെൻറ്റ് മതി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്ലോട്ട് എടുക്കാം. അത് പുറകിലെടുക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും, ഫ്രണ്ടിലെടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അല്ലേ. ആ ഒരു രീതിയിലാണ്. വളരെ എന്താ പറയുക, നല്ല കുളിർക്കാറ്റാണ്. ഈ ഒരു നട്ടുച്ച വെയിലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ആ മലമ്പുഴ ഡാമിൻ്റെ ആ ഒരു മലനിരകളുടെയൊക്കെ ഒരു തണലും തണുപ്പും നമുക്ക് ഈ ഒരു കാറ്റത്ത് നട്ടുച്ചയ്ക്ക് പോലും നമുക്ക് അനുഭവപ്പെടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മനോഹരമായ പ്രദേശത്തെ മലമ്പുഴയ്ക്കടുത്തുള്ള അകത്തേത്തറ പഞ്ചായത്തിലെ ഈ ഒരു 18 സെൻറ്റ് സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്നത്, അതായത് സെൻറ്റ് 1ൻ്റെ വിലയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ മനോഹരമായ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിനാണ് വില പറയുന്നത് ചില ആളുകൾ ചോദിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഓരോ സ്ഥലങ്ങൾ, ആ പരിസരത്തുള്ള ആളുകൾ അന്വേഷിക്കുന്നത് ആ പരിസരത്ത് താമസയോഗ്യമാണോ, ആ പരിസരത്തുള്ള എന്താ പറയുക നാട്ടുകാരും അതുപോലെ തന്നെ അല്ലേ വീടുകളും സൗകര്യങ്ങളും. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന് നമ്മുടെ NSS കോളേജ് തന്നെ തൊട്ടടുത്ത്. രണ്ടാമത്തെ ഒരു സൗകര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ കേന്ദ്രീയ വിദ്യാലയം അല്ലേ, നമ്മുടെ KV തൊട്ടടുത്ത് തന്നെയാണ്, വളരെ അടുത്താണ്. അതുപോലെ തന്നെ റെയിൽവേ സ്കൂള് അത് വളരെ അടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സൗകര്യം, ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്ത് തന്നെയാണ്. വലിയൊരു ദൂരമൊന്നുമില്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നമുക്കൊരു അതായത് ഇപ്പോൾ ഒരു പാലം പണി നടക്കുകയാണ്, അത് കഴിഞ്ഞാൽ വളരെ അടുത്ത് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിളിൽ കാണിക്കുന്നത് ഒരു 5-6 കിലോമീറ്റർ, 6 കിലോമീറ്റർ 1/2 കിലോമീറ്ററാണ് നമുക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ മലമ്പുഴ മ്യൂസിയം, പാർക്കും ആ ഡാം, അതൊക്കെ നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം ഇന്ത്യയിലെ ഏതൊരു മനുഷ്യരും അല്ലെ, പല സ്റ്റേറ്റുകളിൽ നിന്ന് പല സമയങ്ങളായി, അതായത് ഓണത്തിനായിക്കോട്ടെ,
വിഷുവിനായിക്കോട്ടെ, പെരുന്നാൾക്കായിക്കോട്ടെ, ക്രിസ്മസിനായിക്കോട്ടെ, ഒരു വെക്കേഷൻ വരുമ്പോൾ പണ്ട് കാലം തൊട്ടേ കുട്ടികളും കുടുംബമായിട്ട് വരുന്നത് എവിടേക്കാണ്? മലമ്പുഴ അല്ലേ? വലിയ ഉദ്യാനമാണ്, വലിയ അതായത് പൂക്കളും പ്രത്യേകിച്ച് വർണ്ണിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് പെട്ടെന്ന് വില പറഞ്ഞാലോ, സെൻറ്റ് ഒന്നിന് 3,20,000 രൂപയുടെ ഉടമസ്ഥൻ ചോദിക്കുന്നത്. ഇടനിലക്കാരും തന്നെ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടമസ്ഥനെ നേരിട്ട് വിളിക്കുക. ഉടമസ്ഥൻ്റെ നമ്പർ തന്നെ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ചാനൽ ഒരു പ്രത്യേകതയാണ്, സ്ഥലം വാങ്ങിക്കുന്ന ആളും വിൽക്കുന്ന ആളും തീർച്ചയായിട്ടും നേരിട്ട് സംസാരിക്കണം അല്ലേ? നമുക്കതിനകത്ത് ഒന്നും ഹൈഡ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വില പറയുന്നതും അതുപോലെ തന്നെ നമ്പർ കൊടുക്കുന്നതും. ചില പ്രോപ്പർട്ടികൾ വില പറയാറില്ല, പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ഓണറുടെ നമ്പർ കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, മോർ ഡീറ്റെയിൽസ് ചോദിച്ചു. അപ്പോൾ 3,20,000 അവസാന വാക്കാണോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുക, കമൻറ്റൊക്കെ ഇടാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉടമസ്ഥൻ പറഞ്ഞ് ചെറിയ രീതിയിലൊരു നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഈ ഒരു മനോഹരമായ ലൊക്കേഷനിലുള്ള മനോഹരമായ ഒരു പ്രോപ്പർട്ടി, ഹൽവ കഷ്ടം പോലത്തെ ഈ ഒരു 18 സെൻറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ആധാരത്തിനെ കുറിച്ചില്ലേ, ഡോക്യുമെൻ്റ്, മറ്റുള്ള രജിസ്ട്രേഷൻ സമയം, ഇതൊക്കെ നിങ്ങൾക്ക് ഓണറുമായി സംസാരിക്കാം. ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും അല്ലേ, ഓണറിൽ നിന്ന് 2% ബയറിൽ നിന്ന് 1%, ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത്. എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.